ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ശ്വാസകോശത്തിലെ നീർക്കെട്ട്? ഈ നീർക്കെട്ട് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ശ്വാസകോശത്തിലെ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് രണ്ട് രീതി പറയാം. ഒന്ന് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ട്. നമുക്കറിയാം ശ്വാസകോശത്തിൽ ഒരുപാട് നാളികളുണ്ട്. ഈ നാളികളിലാണ് വായു സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ അറ്റത്തുള്ള ചെറിയ ചെറിയ അറകളുണ്ട്. നമ്മൾ ആൽവ്യുലാർ സാക്ക് എന്ന് പറയും. ഈ അറകളിൽ ഫ്ലൂയിഡ് വല്ലതും അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നീർക്കെട്ട് എന്ന് പറയും. കാരണം ഈ അറകളിലാണ് ശരിക്കും ആൽവ്യുലാർ സാക്കിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് മെയിൻ ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പൾമറി എഡിമ എന്നാണ് പറയുന്നത്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് നല്ല കടുത്ത ന്യൂമോണിയ വല്ലതും വരികയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖം, അങ്ങനെ നമ്മൾ യൂഷ്വലി അങ്ങനെ കാണാറില്ല. പിന്നെ ഉള്ളത് പ്ലൂറൽ എഫ്യൂഷൻ. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു കവറിംഗ് ഉണ്ട്. അതിൽ രണ്ട് പാളികളുണ്ട്. ഒന്ന് ശ്വാസകോശത്തിന് ചേർന്നുള്ള പാളിയെ നമ്മൾ വിസ്റൽ പ്ലൂറ എന്ന് പറയും. പിന്നെ നെഞ്ചിന് ചേർന്നുള്ളത് പെറൈറ്റൽ പ്ലൂറ. ഈ വിസ്റൽ പ്ലൂറയും പെറൈറ്റൽ പ്ലൂറയുടെ ഇടയിൽ സാധാരണ രീതിയിൽ ഒരു 10 തൊട്ട് 15 ml വരെ ഫ്ലൂയിഡ് കാണാറുണ്ട്. ഈ രണ്ട് പാളികളെ അല്ലെങ്കിൽ ഈ പ്ലൂറേനെ തമ്മിൽ ഒരു ലൂബ്രിക്കേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ശ്വാസകോശം നമ്മൾ അകത്തോട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ, ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ ശ്വാസകോശം വികസിക്കുകയും പുറത്തോട്ട് വിടുമ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ് ഉള്ളത്. നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. എന്നാൽ ഈ ഒരു ഫ്ലൂയിഡ് അമിതമായിട്ട് കാണുകയും, അതായത് 15 ml കൂടുതൽ കാണുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ അഥവാ ശ്വാസകോശത്തിൻ്റെ നീർക്കെട്ടായിട്ടാണ് പറയുന്നത്. ഈ പ്രധാനമായ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കതും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള കാരണം, രണ്ടാമത്തെ ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള കാരണം. ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള കാരണത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ന്യൂമോണിയ ആണ്. ഈ ന്യൂമോണിയ നമുക്ക് ബാക്ടീരിയൽ ന്യൂമോണിയ ആകാം, വൈറലോ ഫംഗലോ ന്യൂമോണിയ ആകാം. ഈ ന്യൂമോണിയ അങ്ങ് കടുത്തു പോവുകയാണെങ്കിൽ അത് കാരണം കുറച്ച് ഫ്ലൂയിഡ് അമിതമായിട്ട് നമുക്ക് ഈ ഒരു സ്പേസിൽ, അതായത് രണ്ട് പാളികളുടെ ഇടയിൽ കാണും. രണ്ടാമത്തെ അതിന് നമ്മൾ പാരാന്യൂമോണിക് എഫ്യൂഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാരണം ടി ബി ആണ് നമ്മൾ സാധാരണ രീതിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ടി ബി നമ്മളെ ശ്വാസകോശത്തിനെയും ബാധിക്കാം, ഈ രണ്ട് പാളികളുടെയും ബാധിക്കാം. നമ്മൾ പ്ലൂറൽ ടി ബി എന്നാണ് പറയുക. അതും നമുക്ക് ഈ വെള്ളം കെട്ടായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ ഒരു കാരണം ക്യാൻസറാണ്. ക്യാൻസർ കാരണം കുറച്ച് കൂടുതലായിരിക്കും ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്. പിന്നെ വേറെ പല കാരണങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഞാൻ ജസ്റ്റ് പ്രധാനമായ കാരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള കാരണങ്ങൾ കാരണവും ഇതുപോലെ വെള്ളം കെട്ടുണ്ടാവാം. പ്രധാനമായിട്ട് ഹാർട്ടിൻ്റെ അസുഖമോ ലിവറിൻ്റെ അസുഖമോ, സിറോസിസ് ലിവറൊക്കെ വരികയാണെങ്കിലോ, അതോ കിഡ്നി ഫെയിലിയർ ആണെങ്കിലും അത് ഇതുപോലെ വെള്ളം കെട്ടായിട്ട് കണ്ടുവരാൻ സാധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായ ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവാൻ കാരണങ്ങൾ.